ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. കഴിഞ്ഞ ദിവസം നമ്മൾ സിറോസിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ സിറോസ് നമുക്കറിയാം 6 വേരിയൻസിൽ അവൈലബിൾ ആണ്. ഇതിൽ ഏത് വേരിയന്റ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷം തൊട്ടാണ് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത്. 10 ലക്ഷം തൊട്ട് 21 ലക്ഷം വരെ ഈ വാഹനത്തിന്റെ വേരിയൻസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏത് വേരിയന്റ് എടുക്കുന്നതാണ് വാല്യൂ ഫോർ മണി? ഞാൻ എപ്പോഴും പറയുന്നത് ഓൺ റോഡ് പ്രൈസ് ആണ്, അതല്ലാതെ ജസ്റ്റ് എക്സ് ഷോറൂം പ്രൈസ് പറയുന്ന പോലെ 8 ലക്ഷത്തിൽ ചില്ലറ ഒരിക്കലും പറയത്തില്ല. കൃത്യം ഓൺ റോഡ് പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് എടുക്കുന്നതാണ് വാല്യൂ ഫോർ മണി വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. നിങ്ങൾക്ക് ഓരോ വേരിയൻസിന്റെയും കൃത്യമായിട്ട് കിട്ടുന്ന കാര്യങ്ങളും എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണുക. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Explore. അപ്പൊ നമുക്ക് വേരിയൻസ് ഒന്ന് പെട്ടെന്ന് നോക്കാം. ആദ്യം വരുന്ന HTK ഓപ്ഷണൽ, HTK പ്ലസ്, HTX, HTX പ്ലസ്, HTX ഓപ്ഷണൽ, ഇങ്ങനെ 6 വേരിയൻസ് ആണ് ഉള്ളത്. അങ്ങനെ വരുന്ന സമയത്ത് ആദ്യത്തെ വേരിയന്റ് അഥവാ ബേസ് വേരിയന്റ് നമുക്ക് പറയാൻ സാധിക്കുന്നത് HTK ആണ് ബേസ് വേരിയന്റ്. അപ്പൊ ബേസ് വേരിയന്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? 1 ലിറ്റർ ടെർബോ വേരിയന്റ്, അതായത് ഞാൻ പറഞ്ഞ പോലെ 2 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. 1 ലിറ്റർ ടെർബോ എഞ്ചിൻ, അതായത് 1 ലിറ്റർ പെട്രോൾ ടെർബോ ചാർജ്ഡ് 3 സിലിണ്ടർ എഞ്ചിനാണ് നമുക്ക് വരുന്നത്. അല്ലെങ്കിൽ 1.5 4 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ 2 വേരിയൻസ് മാത്രം, അതായത് 2 എഞ്ചിൻ വേരിയൻസ് മാത്രം നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. ഏതായാലും നമ്മുടെ ബേസ് വേരിയന്റിൽ എന്തൊക്കെയാണ് വരുന്നത് പെട്ടെന്ന് നോക്കിപ്പോ. കിയ സിഗ്നേച്ചർ ഡിജിറ്റൽ ടൈഗർ ഫേസ് അവൈലബിൾ ആണ്, എല്ലാത്തിലും കോമൺ ആണ്. ഐസ് ക്യൂബ് ഹാലജൻ ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. ഐസ് ക്യൂബ് ഹാലജൻ ഹെഡ്ലൈറ്റ്, അതായത് നമുക്ക് ടോപ്പ് വേരിയന്റിലോട്ട് വരുമ്പോൾ LED വരികയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ഹാലജൻ വേരിയന്റ് ആണ് കിട്ടുന്നത്. 15 ഇഞ്ച് സ്റ്റീൽ വീൽ വിത്ത് കവർ ആണ്, അതായത് 15 ഇഞ്ചാണ് വീൽ സൈസ് വരുന്നത്. അതായത് ഏറ്റവും ടോപ്പ് വേരിയന്റിൽ നമുക്ക് സ്പെയർ വീലായിട്ട് നമ്മൾ കണ്ട ആ സെയിം ആണ്. സ്ട്രീം ലയൺ ഡോർ ഹാൻഡിൽസ് ആണ്, അതായത് നമ്മുടെ ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സൈഡ് ഡോർ ഗാർണിഷ് വിത്ത് സിൽവർ മെറ്റാലിക് ആക്സെന്റ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഷാർക്ക് ഫിൻ ആന്റിന അവൈലബിൾ ആണ്. ഇന്റഗ്രേറ്റഡ് സ്പോയിലേഴ്സ് വരുന്നുണ്ട്. ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കോമൺ ആണ്. ബ്ലാക്ക് ആൻഡ് ഗ്രേ ഡ്യുവൽ ടോൺ ഇന്റീരിയർ വിത്ത് മെയ്റ്റ് ഓറഞ്ച് ആക്സെന്റ്സ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതായത് അകത്ത് ഇന്റീരിയറിൽ ബ്ലാക്കും ഗ്രേയും കൂടെ മിക്സ് ചെയ്തൊരു കോമ്പിനേഷനിൽ ഓറഞ്ചും കൂടെ കിട്ടുന്നുണ്ട്. ഡ്യുവൽ ഡി കട്ട് സ്റ്റിയറിംഗ് വീല് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അഡ്വാൻസ്ഡ് 4.2 MID, അതായത് മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതായത് ക്ലസ്റ്റർ മീറ്ററിനകത്ത് പോലെ നമുക്ക് കിട്ടുന്ന ഒരു 4.2 ഇഞ്ചിന്റെ MID ആണ് വരുന്നത്. 12.3 ഇഞ്ചിന്റെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ബേസ് വേരിയന്റ് തൊട്ട് തന്നെ സ്റ്റീരിയോസ് അവൈലബിൾ ആണ്. പക്ഷെ പ്രൈസ് റേഞ്ചിക്ക് വരുമ്പോൾ ഇതിന്റെ എല്ലാം കൂടെ ഉണ്ട് കേട്ടോ. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർ പ്ലേയും കിട്ടുന്നുണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, സ്റ്റിയറിംഗ് വീൽ മൗണ്ടഡ് ഓഡിയോ കൺട്രോൾസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. റിയർ വ്യൂ ക്യാമറ വിത്ത് ഡൈനാമിക് ഗൈഡ് ലൈൻസ് അവൈലബിൾ ആണ്. C ടൈപ്പ് USB ചാർജേഴ്സ് ഫ്രണ്ടിലും 2 അവൈലബിൾ ആണ്, ബാക്കിലും 2 അവൈലബിൾ ആണ്. ഫ്രണ്ട് 12 വോൾട്ട് പവർ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് വളരെ കോമൺ ആണ്. ഓൾ ഡോർ പവർ വിൻഡോസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സെന്റർ കൺസോൾ വിത്ത് ആംറസ്റ്റ് ആൻഡ് കപ്പ് ഹോൾഡേഴ്സ് കിട്ടുന്നുണ്ട്. ബേസ് മോഡലിൽ നല്ലൊരു കാര്യം തന്നെയാണ്. സെക്കൻഡ് റോ ബെഞ്ച് ടൈപ്പ് സീറ്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് 60/40 അല്ല, ഫോൾഡ് ചെയ്യാൻ വേണ്ടി ഒറ്റ ഫോൾഡിങ്ങേ നടക്കുന്നുള്ളൂ. ഫ്രണ്ട് പാസഞ്ചർ അഡ്ജസ്റ്റബിൾ ഹെഡ്റസ്റ്റ് ആണ് കിട്ടുന്നത്. റിമോട്ട് കീ വിത്ത് സെന്റർ ലോക്ക് അവൈലബിൾ ആണ്. ഡേ നൈറ്റ് റിയർ വ്യൂ മിറർ വിത്ത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ORVMs ആണ്. ഔട്ട്സൈഡ് റിയർ വ്യൂ മിറേഴ്സ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ. മാനുവൽ AC വെന്റ്സ് ആണ് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു ബേസ് വേരിയന്റിൽ എടുത്തു പറയാനുള്ളത്. ഇനി ഇതിന്റെ പ്രൈസും കൂടെ പറയാം. ഓൺ റോഡ് പ്രൈസ് വരുന്ന സമയത്ത് 10,54,332 രൂപയാണ് ഈ ഒരു മോഡൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ബേസ് വേരിയന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 1 ലിറ്റർ ടെർബോയിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡലിൽ ഡീസൽ വേരിയന്റ് അവൈലബിൾ അല്ല. ഡീസൽ വേരിയന്റ് ഇതിന്റെ അടുത്ത മോഡൽ തൊട്ട്, അതായത് ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു മോഡൽ തൊട്ട്, അതായത് HTK ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു വേരിയന്റ് തൊട്ടേ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഏതായാലും നമുക്ക് ആ വേരിയന്റ് ഒന്ന് നോക്കാം. ഇലക്ട്രിക് സൺറൂഫ് അവൈലബിൾ ആണ്. റൂഫ് ആൻഡ് മാപ്പ് ലൈറ്റ് LED അവൈലബിൾ ആണ്. നേരത്തെ ഉണ്ടായിരുന്ന മോഡലിൽ ഹാലജൻ ആയിരുന്നു. 16 ഇഞ്ചിന്റെ ക്രിസ്റ്റൽ കട്ട് അലോയ് വീൽ അവൈലബിൾ ആണ്. പക്ഷേ ഇത് ഡീസൽ വേരിയന്റിന് മാത്രമാണ് ഈ 16 ഇഞ്ച് കിട്ടത്തുള്ളൂ. അതായത് HTK ഓപ്ഷനലിലെ ഡീസൽ വേരിയന്റ് 1.5 എന്ന് പറയുന്ന ഡീസൽ വേരിയന്റിന് മാത്രം 16 ഇഞ്ചിന്റെ അലോയ് കിട്ടുന്നുള്ളൂ. അല്ലാത്ത പക്ഷം HTK ഓപ്ഷണൽ മോഡൽ പെട്രോൾ വേരിയന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 15 ഇഞ്ച് സ്റ്റീൽ വീൽ വിത്ത്
കവേഴ്സ് നമുക്ക് കിട്ടുന്നുള്ളൂ. ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് കിട്ടുന്നുണ്ട്, മാനുവൽ ആണ്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ORVMs വിത്ത് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് ഓട്ടോ ഫോൾഡിംഗ് ഫംഗ്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. ബോൾഡ് ബ്രിഡ്ജ് ടൈപ്പ് റൂഫ് റെയിൽസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. പാസഞ്ചർ സൈഡ് വാനിറ്റി മിറർ നമുക്കിവിടെ അവൈലബിൾ ആണ്. 2 ട്യൂട്ടേഴ്സ് അവൈലബിൾ ആയിട്ട്. പാസഞ്ചർ സൈഡ് സീറ്റ് ബാക്ക് പോക്കറ്റ്സ് അവൈലബിൾ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു ഓപ്ഷണൽ വേരിയന്റിൽ വരുന്നത്. ഇനി നമുക്ക് പ്രൈസ് ഒന്ന് നോക്കാം. ഒരു ഡീസൽ വേരിയന്റ് വരികയാണെന്നുണ്ടെങ്കിൽ, കാരണം നേരത്തെ പെട്രോൾ ഇല്ല ആദ്യം പറഞ്ഞു, ഇവിടെ ഡീസൽ വേരിയന്റിന്റെ പ്രൈസ് വരുന്നത് 13,25,794 രൂപയാണ് ഒരു ഡീസൽ വേരിയന്റ്, അതായത് 1.5 ലിറ്റർ നമുക്ക് വരുന്നത്. ഇനി ഒരു 1 ലിറ്റർ ടെർബോ എഞ്ചിൻ ആണെങ്കിലോ 11,69,922 രൂപയാണ് ഒരു പെട്രോൾ വേരിയന്റ് ഓപ്ഷനിന് വരുന്നത്. ഇനി ഇതിന്റെ അടുത്ത വേരിയന്റ് എന്ന് പറയുന്നത് HTK പ്ലസ് ആണ്. പ്ലസ് വേരിയന്റിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, നമുക്കൊന്ന് നോക്കാം. 16 ഇഞ്ചിന്റെ ക്രിസ്റ്റൽ കട്ട് അലോയ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഡ്യുവൽ പനോരമിക് സൺറൂഫ്, അതായത് നേരത്തെ കിട്ടുന്ന മോഡലിൽ നമുക്ക് സൺറൂഫ് ഉണ്ടെങ്കിൽ നോർമൽ ടൈപ്പ് ആണ്, ഇവിടെ പനോരമിക് സൺറൂഫ് നമുക്ക് കിട്ടുന്നുണ്ട്. ക്ലൗഡ് ബ്ലൂ ആൻഡ് ഗ്രേ ഡ്യുവൽ ടോൺ ഇന്റീരിയേഴ്സ് വിത്ത് മിന്റ് ഗ്രീൻ അക്സെന്റ്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതായത് അകത്തെ ഇന്റീരിയറുടെ കളേഴ്സ് ആണ് ഇവരെ സൂചിപ്പിക്കുന്നത്. ഇനി GDIയുടെ 1 ലിറ്ററിന് മാത്രം വരുന്ന കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. അതായത് ഈ ഒരു വേരിയന്റിലെ HTK പ്ലസ് എന്ന് പറയുന്ന മോഡലിന് 7 സ്പീഡ് DCT, അതായത് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ വരുന്ന മോഡൽസിന് കിട്ടുന്ന കുറച്ച് ഫീച്ചേഴ്സും കൂടെ ഞാനത് എടുത്ത് പറയാം. സ്മാർട്ട് കീ വിത്ത് പുഷ് സ്റ്റാർട്ട് ഫംഗ്ഷൻ അവൈലബിൾ ആണ്. ഡ്രൈവർ ഡോറിന്റെ ഗ്ലാസ് നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ റിമോട്ട് വെച്ച് ചെയ്യാൻ സാധിക്കും. പാഡിൽ ഷിഫ്റ്റേഴ്സ് കിട്ടുന്നുണ്ട്. റിയർ ഡിസ്ക് ബ്രേക്ക് അവൈലബിൾ ആണ്. ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇക്കോ, നോർമൽ, സ്പോർട്ട്. ട്രാക്ഷൻ കൺട്രോൾസ് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സാൻഡ്, മഡ്, സ്നോ. ഇലക്ട്രിക്കൽ പാർക്ക് ബ്രേക്ക് വിത്ത് ഓട്ടോ ഹോൾഡ്. സെന്റർ കൺസോൾ വിത്ത് ആംറസ്റ്റ് ആൻഡ് റിട്രാക്റ്റബിൾ കപ്പ് ഹോൾഡേഴ്സ്. 60-40 സ്പ്ലിറ്റ് സീറ്റ്. റിയർ പാർസൽ ട്രേ. ഡ്രൈവർ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ വിത്ത് സേഫ്റ്റി, അതായത് ആന്റി പിഞ്ചിങ് ഫീച്ചർ. ക്രൂയിസ് കൺട്രോൾ. അഡ്ജസ്റ്റബിൾ റിയർ സീറ്റ് ഹെഡ് റെസ്റ്റ്. മാനുവൽ വേരിയന്റിൽ റിയർ സീറ്റില് നമുക്ക് ആം റെസ്റ്റും കിട്ടുന്നുണ്ട് വിത്ത് കപ്പ് ഹോൾഡേഴ്സ്. അപ്പോൾ HTK പ്ലസ് എന്ന് പറയുന്ന വേരിയന്റ് പ്രൈസും കൂടെ നമുക്ക് നോക്കിയാലോ. ഒരു പെട്രോൾ വേരിയന്റ് വരുന്ന സമയത്ത് 13,77,804 രൂപ വരുന്നുണ്ട്. ഇനി ഒരു ഡീസൽ വേരിയന്റ് 15,03,869 രൂപ ഒരു ഡീസൽ വേരിയന്റ് വരുന്നുണ്ട്. ഇതല്ലാതെ പെട്രോൾ വേരിയന്റിൽ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒരു 7 സ്പീഡ് DCT ട്രാൻസ്മിഷൻ വരുന്ന മോഡൽ അവൈലബിൾ ആണ്. 15,39,969 രൂപയാണ് ഒരു 7 സ്പീഡ് DCTയുടെ പ്രൈസ് വരുന്നത്. ഇനി അടുത്ത വേരിയന്റിലോട്ട് HTX എന്ന് പറയുന്ന വേരിയന്റ്. ഐസ് ക്യൂബ് MFR LED ഹെഡ്ലൈറ്റ്സ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സ്റ്റാർ മാപ്പ് LED DRLസും സ്റ്റാർ മാപ്പ് LED ടെയിൽ ലാംപ്സും ക്ലൗഡ് ബ്ലൂ ആൻഡ് ഗ്രേ ലെതേർഡ് സീറ്റ്സ് ആണ് ഇവിടെ കിട്ടുന്നത്. ഡ്യുവൽ D കട്ട്, ഡ്യുവൽ ടോൺ ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീൽസ്, ലെതർ റാപ്ഡ് ഗിയർ നോബ്സ്, ലെതർ റാപ്ഡ് സെന്റർ ഡോർ ട്രിംസ് നമുക്ക് കിട്ടുന്നുണ്ട്. സ്മാർട്ട് കീ വിത്ത് പുഷ് സ്റ്റാർട്ട് ബട്ടൺ നമുക്ക് അവൈലബിൾ ആണ്. ഓൾ ഡോർ വിൻഡോ അപ്പ് ആൻഡ് ഡൗൺ ഓട്ടോ ഫീച്ചറിൽ നമുക്ക് അവൈലബിൾ ആണ്. അതും സ്മാർട്ട് കീ യൂസ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യിക്കാൻ സാധിക്കുന്നുണ്ട്. എല്ലാ വിൻഡോസും നമുക്ക് ഒരൊറ്റ പ്രസ്സിൽ ഡൗൺ ചെയ്യാനും അപ്പ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. പാഡിൽ ഷിഫ്റ്റേഴ്സ് അവൈലബിൾ ആണ്. അത് പെട്രോൾ വേരിയന്റ് 1 ലിറ്റർ 7 സ്പീഡ് DCTക്ക് മാത്രം കിട്ടുന്നുള്ളൂ. ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ് നമുക്ക് ഈ ഒരു വേരിയന്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ലഗേജ് ലൈറ്റ് കിട്ടുന്നുണ്ട്, അതായത് ബൂട്ട് ലൈറ്റ് വരുന്നുണ്ട്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഹാലജൻ തന്നെയാണ്. റിയർ വൈപ്പറും വാഷേഴ്സും അവൈലബിൾ ആണ്. പാസഞ്ചർ സൈഡ് ബാക്കിൽ മൾട്ടി പോക്കറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അഡ്ജസ്റ്റബിൾ റിയർ ഹെഡ് റെസ്റ്റ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി ഇതിന്റെ പ്രൈസും കൂടെ നോക്കാം. ഒരു പെട്രോൾ വേരിയന്റ് വരുന്ന സമയത്ത് 15,91,264 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇനി ഒരു ഡീസൽ വേരിയന്റ് 17,17,564 രൂപയാണ് ഡീസൽ വേരിയന്റ് ഓൺ റോഡ് പ്രൈസ് വരും. ഇനി ഒരു 7 സ്പീഡ് DCT 1 ലിറ്റർ എഞ്ചിൻ ആണെങ്കിലോ 17,45,429 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. HTX പ്ലസ് ഒന്ന് നോക്കിയാലോ. 17 ഇഞ്ചിന്റെ ക്രിസ്റ്റൽ കട്ട് അലോയ് ഓൾ ഗ്രേ ഡ്യുവൽ ടോൺ ഇന്റീരിയർ വിത്ത് മാറ്റ് ഓറഞ്ച് ആക്സെന്റ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഡ്യുവൽ ടോൺ ഗ്രേ ലെതേർഡ് സീറ്റ്സ് ആണ് കിട്ടുന്നത്. സ്പോട്ടി അലോയ് പെഡൽസ് ആണ് കിട്ടുന്നത്, അതായത് ആക്സിലറേറ്ററും ബ്രേക്കും ഒക്കെ നല്ല സ്പോട്ടി പെഡൽസ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. 64 കളേഴ്സ് ആംബിയൻ ലൈറ്റ് ആണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. 12.3 ഇഞ്ചിന്റെ ടച്ച് സ്ക്രീൻ നാവിഗേഷൻ സിസ്റ്റം ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്, അതായത് ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 12.3 ഇഞ്ചിന്റെ തന്നെ ഒരു ക്ലസ്റ്റർ മീറ്ററും അവൈലബിൾ ആണ്. 5 ഇഞ്ചിന്റെ ഒരു ഓട്ടോ AC ക്ലൈമറ്റ് കൺട്രോൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട്. ഹർമന്റെ കാർഡം പ്രീമിയം സ്പീക്കേഴ്സ് ആണ്, 8 സ്പീക്കേഴ്സ് ആണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. കിയ കണക്ട്
2.0 ആണ് നമുക്കിവിടെ കിട്ടുന്നത്. സ്മാർട്ട് എയർ പ്യൂരിഫയർ വിത്ത് AQI നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സ്മാർട്ട് ഡാഷ് ക്യാം വിത്ത് ഡ്യുവൽ ക്യാമറാസും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് വേരിയന്റിൽ ഈ പറഞ്ഞൊരു ഡാഷ് ക്യാം അവൈലബിൾ അല്ല. തൊട്ട് താഴത്തെ വേരിയന്റ്, അതായത് HTX+ എന്ന് പറയുന്ന ഈ ഒരു വേരിയന്റിൽ മാത്രം ഡാഷ് ക്യാമറ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. വേറെ ഒരു വേരിയന്റിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. ഇത് നമുക്ക് മൊബൈൽ ത്രൂ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. റിയർ വെന്റിലേറ്റഡ് സീറ്റ്സ്, അപ്പൊ റിയർ വെന്റിലേറ്റഡ് സീറ്റ്സ് ഈ ഒരു മോഡൽ തൊട്ടാണ് വരുന്നത്. ഓട്ടോ ഡിമ്മിങ് ആന്റി ഗ്ലെയർ റിയർ വ്യൂ മിറർ നമുക്കിവിടെ അവൈലബിൾ ആണ്. സ്മാർട്ട് ഫോൺ വയർലെസ് ചാർജർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 4-way പവർ അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. റിയർ ഡിസ്ക് ബ്രേക്ക് വരുന്നു. ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ട്രാക്ഷൻ മോഡും നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇലക്ട്രിക്കൽ പാർക്ക് ബ്രേക്കിംഗ് വിത്ത് ഹോൾഡ് അസിസ്റ്റും കിട്ടുന്നുണ്ട്. ഇതിന്റെ ഒരു മാനുവൽ വേരിയന്റിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാലോ 19,43,452 രൂപയാണ് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്ന ഒരു 1 ലിറ്റർ എഞ്ചിന്റെ. ഇനി ഒരു ഡീസൽ വേരിയന്റിന്റെ പ്രൈസ് ആണെങ്കിലോ 20,72,102 രൂപയാണ് ഒരു ഡീസൽ വേരിയന്റിന്റെ പ്രൈസ് വരുന്നത്. അപ്പൊ അങ്ങനെ നോക്കാനാണെങ്കിൽ വലിയ വ്യത്യാസം ഡീസലും പെട്രോളും തമ്മിൽ വരുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇനി ഇതിന്റെ അടുത്ത വേരിയന്റ് അഥവാ ടോപ്പ് വേരിയന്റ് ഇതും കൂടെ ഒന്ന് നമുക്ക് നോക്കാം. HTX+ ഓപ്ഷൻ. ഇവിടെ മെയിൻ ആയിട്ട് നമുക്ക് എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അഡാസ് ഫീച്ചർ വരുന്നുണ്ട്. അഡാസ് ഫീച്ചർ ആണ് നമുക്ക് മെയിൻ ആയിട്ട് എടുത്ത് പറയാനുള്ള ഒരു കാര്യം. അതായത് സൈഡ് പാർക്കിംഗ് സെൻസേഴ്സ് 2 അഡീഷണൽ വെച്ച് ഫ്രണ്ടിലും ബാക്കിലും വരുന്നുണ്ട്. ലെവൽ 2 അഡാസ് വിത്ത് 16 ഓട്ടോണമസ് സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ് ഇവിടെ കിട്ടുന്നത്. ഫ്രണ്ട് കൊളീഷൻ വാർണിംഗ്, ഫ്രണ്ട് കൊളീഷൻ അവോയ്ഡൻസ് അസിസ്റ്റൻസ് കാർ, ഫ്രണ്ട് കൊളീഷൻ അസിസ്റ്റൻസ് പെഡസ്ട്രിയലിന്, സൈക്ലിസ്റ്റ്, ജംഗ്ഷനിലൊക്കെ ടേണിങ്ങിലൊക്കെ വരുന്ന സമയത്ത് ഡയറക്റ്റ് ഓൺ കമ്മിങ് വാഹനങ്ങളുടെ എല്ലാം കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് കിട്ടുന്നുണ്ട്. സ്മാർട്ട് ക്രൂയിസ് കൺട്രോൾ കിട്ടുന്നുണ്ട്. ലീഡിംഗ് വെഹിക്കിൾ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ലെയിൻ ഡിപ്പാച്ചർ വാർണിംഗ് കിട്ടുന്നുണ്ട്. ലെയിൻ കീപ്പ് അസിസ്റ്റ് കിട്ടുന്നുണ്ട്. ലെയിൻ ഫോളോ അസിസ്റ്റ് കിട്ടുന്നുണ്ട്. ഹൈ ബീം അസിസ്റ്റ് കിട്ടുന്നുണ്ട്. ഡ്രൈവ് പാർക്ക് കൊളീഷൻ കിട്ടുന്നുണ്ട്. 360 ഡിഗ്രി ക്യാമറ കിട്ടുന്നുണ്ട്. ബ്ലൈൻഡ് വ്യൂ മോണിറ്ററിംഗ് ക്ലസ്റ്റർ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്കൊരു അഡാസ് ഫീച്ചറിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അഡാസ് ഫീച്ചർ വരുമ്പോൾ വില എന്ത് മാറ്റം വരുന്നുണ്ടെന്ന് അറിയണ്ടേ. HTX+ ഓപ്ഷനിൽ വരുന്ന സമയത്ത് 20,39,922 രൂപയാണ് ഒരു 1 ലിറ്റർ ടെർബോയ്ക്ക് വരുന്നത്. അതേ സ്ഥാനത്ത് ഒരു ഡീസൽ വേരിയന്റ് ആണെങ്കിലോ 21,68,877 രൂപയാണ് ഒരു ഡീസൽ വേരിയന്റ് അഥവാ ഒരു എഞ്ചിൻ, ഒരു ഡീസൽ എഞ്ചിൻ. ഇതെല്ലാം ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഡീസൽ എഞ്ചിനിൽ നമുക്ക് വരുന്നത്. അപ്പോൾ പ്രൈസ് വൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ വ്യത്യാസം വരുന്നില്ല. ഇതിൽ ഏത് വേരിയന്റ് എടുക്കുന്നതാണ് ബെനിഫിറ്റ് എന്ന് നിങ്ങൾ തന്നെ പറയുക. കാരണം എല്ലാത്തിലും ഞാനാണ് പറയുന്നത് ഇന്നത് എടുക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് നോക്കിയിട്ട് ഏത് വേരിയന്റ് എടുക്കുന്നതാണ് ലാഭം എന്നുള്ള ജസ്റ്റ് താഴെ ഒന്ന് കമന്റും കൂടെ കൊടുത്തേക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വേരിയന്റ് ഏതാണെന്നും കൂടെ ജസ്റ്റ് ഒന്ന് പറയുക.